ഇടുക്കിയിലെ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. 22 വയസ്സ് മാത്രം പ്രായമുള്ള അമർ ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരനാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. പശുവിനെ മേയാൻ വിട്ട പശുവിനെ കണ്ടെത്താൻ വേണ്ടി തേക്ക് കൂപ്പിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാട്ടാനയാണ് ആക്രമിച്ചത്. കൂടെ ഉണ്ടായിരുന്ന ആൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. വലിയ തോതിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായി. വനവകുപ്പിനെ പലതവണ ഈ ആനശല്യത്തെക്കുറിച്ച് അറിയിച്ചിട്ടും വേണ്ട മുൻകരുതൽ നടപടികൾ ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും നാട്ടുകാർ ഉന്നയിക്കുന്ന വിഷയം. ഇടുക്കിയിലെ മുള്ളരിങ്ങാട് അമേൽ തൊട്ടിയിലാണ് യുവാവിന് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായിട്ട്. ജെയിൻ, ഈ അമറിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ടോ? അവിടെ നേരത്തെ നമ്മൾ പ്രതിഷേധം കണ്ടിരുന്നു. പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചോ? വനവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ എന്തെങ്കിലും എത്തി നാട്ടുകാരെ ആശ്വസിപ്പിക്കുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ എന്നൊരു ആശ്വാസവാക്കെങ്കിലും ഉണ്ടോ? ദിവിഷ്, ഇതുവരെ വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടില്ല. പക്ഷേ അമറിൻ്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള പ്രത്യേക അനുമതി ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം കുടുംബത്തിന് വിട്ടുകൊടുക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് മുള്ളരിങ്ങാട് റേഞ്ചിലെ ഉദ്യോഗസ്ഥർ ഈ ആശുപത്രിയിലേക്ക് ഈ മരണവുമായി ബന്ധപ്പെട്ട നടപടികൾക്കായി എത്തിയിരുന്നു. ആ സമയത്താണ് വലിയ പ്രതിഷേധം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഉയർന്നത്. ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം ഉപരോധിച്ചുകൊണ്ടടക്കം ഉള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. ആശുപത്രിക്ക് അകത്തേക്ക് തള്ളിക്കയറാൻ പ്രവർത്തകർ ശ്രമിച്ചു. അത് പോലീസ് തടയുകയായിരുന്നു. എന്തായാലും ആ പ്രതിഷേധം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നാളെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. നാളെ വണ്ണപ്പുറം പഞ്ചായത്തിൽ, അതായത് ഈ മുള്ളരിങ്ങാട് ഈ സംഭവം നടന്ന വണ്ണപ്പുറം പഞ്ചായത്തിലാണ്. വണ്ണപ്പുറം പഞ്ചായത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. നാളെയും സമാനമായ പ്രതിഷേധങ്ങളുണ്ടായി. ഇപ്പോൾ വരുന്ന